ടൂറിന് പോവാം. ടൂറിന് പോകാം ഗൈസ്. നേരെ ഇരിക്കും. ഇതൊരുമാതിരി സദ്യക്ക് ഇരിക്കണേ കൂട്ടിരിക്കുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് അപ്പോ കയറുന്നുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോകുമ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, നാനൂട്ടനുണ്ട്. അപ്പൊ എല്ലാവരുടെയും സാധനങ്ങൾ പാക്ക് ചെയ്യണം. എന്തിനാ ഇപ്പോഴേ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോൾ എന്താന്നുള്ള. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും സമയം പോലെ, അതായത് ഇപ്പം എൻ്റെ വീട് വയനാടാണുള്ളത്. വയനാട് ആസ്റ്ററിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക്. അപ്പം ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് പ്രഗ്നൻസി ഒക്കെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടെ. അപ്പോൾ എനിക്കിപ്പോൾ 8 മന്ത് സ്റ്റാർട്ട് ചെയ്തു, 1 വീക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ എല്ലാം എടുത്തു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് വയനാട്, ഇവിടെ ഞങ്ങൾ ആസ്റ്ററിലാണ് കാണിക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എറണാകുളത്തു നിന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളെ വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വച്ച് സെറ്റാക്കിയോന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഏകദേശം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി മുക്കാലും പഴയ, അതായത് നാനൂട്ടിന് ഉപയോഗിച്ച കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട്. നാനൂട്ടൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തപ്പോൾ നമുക്കൊന്നും അറിയില്ലായിരുന്നു എന്തൊക്കെ വേണം എങ്ങനെയാണ് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറേ വേണ്ടാത്ത സാധനങ്ങളും അതുപോലെ തന്നെ വേണ്ട സാധനങ്ങളും ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ ഈ പ്രാവശ്യം എനിക്കത് ഏകദേശം എല്ലാം അറിയാവുന്നതുകൊണ്ട് വേണ്ട സാധനങ്ങൾ ഏറ്റവും മിനിമലായിട്ട് എടുത്തിട്ടുള്ളൂ. എന്നാലും ലഗേജ് 3 പെട്ടി കാണിച്ചു തരാം. അത് എന്താന്ന് വെച്ചാൽ ഇപ്പം എനിക്കുള്ളതും അതുപോലെ തന്നെ കുഞ്ഞിന് നാനൂട്ടനുള്ളതും ഇപ്പോൾ വരാൻ പോകുന്ന ബേബിക്കുള്ളതും പിന്നെ ഇച്ചയുടെയും എൻ്റെ കുർത്തി അത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. പിന്നെ അമ്മച്ചിയുടെ, എൻ്റെ അമ്മയുടെയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ടൂറൊന്നും പോവല്ല കേട്ടോ. ഇത്രയും പേര് പോകുന്നു, നമുക്ക് എപ്പോഴാണ് എമർജൻസി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. നാനുൻ്റെന് ഞങ്ങളിങ്ങനെ ഒരു യുനോ കാർഡ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരിത് വന്നു പോയതാ. അതിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് വേഗം ലേബർ പെയിൻ ഒന്നും വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിനേറ്റ് ചെയ്യാൻ തോന്നിയപ്പോൾ ഇവരെല്ലാവരും വന്ന് പോയി നോക്കാമെന്ന് ഉള്ള രീതിയിൽ പോയി പിന്നെ അഡ്മിറ്റായി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടിരുന്നാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടെല്ലാം നേരത്തെ എടുത്തു വെച്ചു എന്നുള്ളൂ. അപ്പം ഒരു 2 വലിയ ട്രോളി ബാഗ് കാണിച്ചു തരാമേ. ഇതൊരു വലിയ ട്രോളി ബാഗ്, പിന്നെ അതൊരു മീഡിയം ട്രോളി ബാഗ്, പിന്നെ ഞാനൊന്ന് മേടിച്ച ഒരു ബാസ്ക്കറ്റ്. സത്യത്തിൽ ഈ ബാസ്ക്കറ്റിൻ്റെ ഉപകാരം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും പറയും പ്രഗ്നൻസിക്ക് അല്ലാതെ ഡെലിവറിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് വേണമെന്ന്. സാധാരണ സാധനം ഇടാൻ മറ്റേ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ട്രോളി ബാഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാസ്ക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതാരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ മേടിച്ചത് കൊണ്ട് ഞങ്ങൾ ഇതിൽ ആശുപത്രിയിലേക്ക് വേണ്ട വേറെ കുറേ സാധനങ്ങൾ വെച്ചേക്കുക, ഉടുപ്പൊന്നും വെച്ചിട്ടില്ല. ഇനി അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. കുഞ്ഞിനും എനിക്കും നാനൂനും അമ്മച്ചിക്കും ഒക്കെ ഉള്ള സാധനങ്ങൾ, ഹോസ്പിറ്റൽ യൂസിന് വേണ്ട സാധനങ്ങൾ. ഇച്ചയുടെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അത് പിന്നെ നമുക്ക് വന്നാണേലും എടുക്കാമല്ലോ. അത് ഇച്ചിക്ക് സ്വന്തം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എവിടെയാണെന്നൊന്നും തിരഞ്ഞെടുക്കണ്ടല്ലോ, അത് ഓർത്തിട്ടാണ്. അപ്പം എന്താ സാധനങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാമേ. ഈ 3 പെട്ടികളാണ്, ഈ 2 പെട്ടി. ഇതിലെല്ലാം ഒന്നും നിറച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിയ പെട്ടി കൊണ്ടാണോ പോണേന്ന് വിചാരിക്കും. കാരണം ഇത്രയും പേരുടെ എല്ലാം കൂടെ ഒന്നിച്ച് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി
ലഗേജ് കുറയ്ക്കാൻ വേണ്ടി ഈ 2 വലിയ പെട്ടികൾ എടുത്തു എന്നുള്ളൂ. പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ ഒരു ഫോണിൽ അങ്ങനെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറന്നു പോവാതിരിക്കാനാണ്. കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ മറന്നു പോയാലോ എന്ന് വിചാരിച്ച് എല്ലാം ലിസ്റ്റ് എഴുതി വെച്ചു എന്നുള്ളൂ. നമുക്ക് പെട്ടിക്ക് ഉള്ളിൽ എന്നതാണ് ഇതിപ്പം കുഞ്ഞിൻ്റെ ഈ പെട്ടിക്ക് ഉള്ളിൽ എന്നാണ് ഉണ്ട്. ഇത് കുഞ്ഞിന് വേണ്ടിയുള്ള നമുക്ക് ആദ്യം ഇവിടെ നിന്ന് വാങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതേപോലത്തെ കുറച്ച് സിബ്ബർ ബാഗ്സ് മേടിച്ചിട്ടെല്ലാം അങ്ങനെ കഴുകി ഉണക്കി അയൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓരോന്നായിട്ട്. ഇതെന്ന് പറയുന്നത് വെള്ള ഈ കോറത്തുണി കൊണ്ടുള്ള കുറച്ച് തുണികൾ ഇങ്ങനെ സ്ക്വയർ പീസസിൽ. ഇത് ഞാൻ 20 മീറ്റർ മേടിച്ചു. ഇത് എറണാകുളത്ത് നിന്നാണ് മേടിച്ചത്. കടയുടെ പേരൊന്നും എനിക്കറിയില്ല. 20 മീറ്റർ മേടിച്ചിട്ട് അത് സ്ക്വയർ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ 4 അരികും ഞാൻ തന്നെ അടിച്ചു. എന്നിട്ട് കഴുകിയിട്ട് അയൺ ചെയ്ത് വെച്ചായിരുന്നു. കുറച്ച് തുണിയാണ്. ഇത് എന്നാത്തിനാന്ന് വെച്ചാൽ കൊച്ചിനെ ഇങ്ങനെ ഉടുപ്പിക്കാനൊക്കെ വേണ്ട വന്നാലോ എന്ന് വിചാരിച്ചാണ് പിന്നെ കുറച്ചൊരു 10 തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സിബ്ബർ ബാഗ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഇത് കൊച്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട സാധനങ്ങൾ. ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് ഈ ബാഗ് പാടി അങ്ങ് കൊടുത്താൽ മതി ഉള്ളിലേക്ക്. ഇതിങ്ങനെ സെറ്റായിട്ട് മേടിക്കാൻ കിട്ടും? അല്ല, ഇതെല്ലാം സെപ്പറേറ്റ് മേടിച്ച് ഞാൻ കഴുകി ഉണക്കി ഇങ്ങനെ അയൺ ചെയ്ത് ഇങ്ങനെ സിബ്ബർ ബാഗിലാക്കി വെച്ചതാണ്. കാരണം നമ്മുടെ കൂടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട്. അതിനുള്ള കുറച്ച് തുണികളാണ്. എൻ്റെ കൂട്ടത്തിലൊരു തോർത്തും വെച്ചിട്ടുണ്ട്. ഇത് മാത്രം കൊടുത്താൽ മതി? ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ ഇത്രയും കൊടുത്താൽ മതി. ഇത്രയാണ് ഞാൻ നാനുൻ്റെനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കുറച്ച് സ്വാഡിൽ ചെയ്യാനുള്ള ഉടുപ്പുണ്ട്. ഇത് 2 ബേബി ബെഡാണ്. നമ്മൾ ഈ ഒരുപാട് ബെഡും അങ്ങനത്തെ കുറേ സെറ്റൊക്കെ നമുക്ക് കിട്ടും. ബെഡ്, മോസ്കിറ്റോ നെറ്റ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. ഇതൊരു കുഞ്ഞ് 2 ബെഡ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. 2 ബെഡ് കഴുകി വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ. ഇത് കുഞ്ഞിന് ഇടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ്, അതായത് റോംബർ പോലത്തെ തണുക്കാതെ ഇടാനുള്ള. മാർച്ച് മാസം ആയതുകൊണ്ട് ചൂടായിരിക്കും, അതുകൊണ്ട് ഭയങ്കര വലിയ സ്വെറ്റേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. കോട്ടനാ, പ്യുവർ കോട്ടനാണ്. ഇത് കുറച്ച് ഉടുപ്പുകൾ, റോംബേഴ്സും സ്വെറ്റേഴ്സും പോലത്തെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് കുറച്ച് ടവൽസ് ഉണ്ട്. എല്ലാം കഴുകി വെച്ചേക്കണേ കേട്ടോ. ഇതൊക്കെ ഞാൻ അധികം ബൂട്ടീസ് എടുത്തിട്ടില്ല. ബൂട്ടീസിൻ്റെ ആവശ്യമില്ല. നമ്മൾ മൊത്തത്തിൽ പൊതിഞ്ഞിരിക്കുമ്പോൾ കാല് അതിൽ കവർ ചെയ്യിക്കോളും. കാലിലിടുന്നതാണ് സോക്സ്. മിറ്റൻസ് നമുക്ക് അത്യാവശ്യം, കാരണം പിള്ളേർ കൈ വായിൽ വെക്കും, പിന്നെ അവരുടെ നഖമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മിറ്റൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം. അതുകൊണ്ട് കുറച്ച് മിറ്റൻസ്. ഇതിൽ മിക്ക മിറ്റൻസും ഞാൻ തന്നെ തുണി മേടിച്ചിട്ട് അടിച്ചതാട്ടോ. ഇത് 5-6 എണ്ണം അല്ലാതെ മേടിച്ചപ്പോൾ സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ ഒരു 5 ജബല്ലാസ്, അതായത് കെട്ടുടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളൂ. നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ 3 ദിവസമൊക്കെ അല്ലേ കിടക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഉച്ചയൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുമല്ലോ. ഈ 5 ജബല്ലാസ് മാത്രമേ ഞാൻ പുതിയത് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ മിറ്റൻസൊക്കെ ഞാനിൻ്റെ നാശമായിപ്പോയി, അതുകൊണ്ട് അതും മേടിച്ചു. കുറച്ച് ടവൽസും മേടിച്ചു. ഈ ജബല്ലാസൊക്കെ ഒരുപാട് നാനുൻ്റെ ഇരിപ്പുണ്ട്. അതൊക്കെ കഴുകി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ പഴയതൊക്കെ ഉപയോഗിച്ചാൽ മതിയല്ലോ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോരുമ്പോൾ അതങ്ങനെ ഒരു ബാഗിലാക്കി വെച്ചു എന്നുള്ളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോരുമ്പോൾ ഇടാനുള്ളൊരു ഉടുപ്പും ഒരു ഡയപ്പറും ഒരു പാഡിൽ ചെയ്യാനുള്ളൊരു ഇതും. ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ കൊടുക്കേണ്ട സാധനം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ എഴുതി വെച്ച് ഞാൻ ഇവിടെ കാണിച്ച്, ഇത് ഇച്ചിരി കൂടെ കാണിച്ചു കൊടുക്കണേ. എന്ന് വെച്ചാൽ അവരായിരിക്കുമല്ലോ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന, അമ്മയൊക്കെ. അപ്പോൾ അവർക്ക് എളുപ്പമാവാൻ വേണ്ടി. ഇത് 2 ഡ്രൈ ഷീറ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഡയപ്പർ മാറ്റുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി 2 ഡ്രൈ ഷീറ്റ്. 2 ഹുഡഡ് ഇതുപോലത്തെ സ്വാഡിൽ ചെയ്യാനുള്ള 2 ഇത്ര ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊരു ഫീഡിങ് പില്ലോയാണ്. ഇപ്പൊ നാനുൻ്റെനും എടുത്തിട്ടുണ്ട്. നാനുൻ്റെന് ഞങ്ങൾ ഒരുപാട് വലിയ സെറ്റാണ് മേടിച്ചത്. ഫീഡിങ് പില്ലോ, പിന്നെ ബെഡ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഭയങ്കര ഇതിങ്ങനെ ആക്കി വെച്ചേ. പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വീർത്തു പോകുമല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പൊട്ടിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഫീഡിങ് പില്ലോ. ഇതെന്ന് പറയുന്നത് 2 ബ്ലാങ്കറ്റാണ്.
ഈ 2 ബ്ലാങ്കറ്റും നാനുൻ്റെന് മേടിച്ച ബ്ലാങ്കറ്റാ. അത് കഴുകിയിട്ട് ഇത് കവറിൻ്റെ ഉള്ളിലാക്കി വെച്ചത്. അതുകൊണ്ട് ചെലവ് ഇച്ചിരി കുറഞ്ഞു. ഇച്ചിരി അല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങളും ഞാനുണ്ട്. കുറച്ച് കാര്യങ്ങളെ പുതിയത് മേടിച്ചിട്ടുള്ളൂ. ഈ പെട്ടിയൊക്കെ പുതിയതാട്ടോ ഗൈസ്. ഇതൊക്കെ പുതിയത്. പിന്നെ ഇത് ഇനിയിപ്പോ ഇത് പുതപ്പിക്കുമ്പോ ഇത് എന്റെയാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുന്ന അറിയത്തില്ല. ഇത് 2 വൈപ്സ് വെച്ചിട്ടുണ്ട്, വെറ്റ് വൈപ്സ്. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ഡയപ്പർ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ മേടിച്ചാൽ മതിയല്ലോ. പിന്നെ ഇത് ആ ഫീഡിങ് പില്ലോന്റെ കവർ കഴുകി വെച്ചേനെ. ഇത് മറ്റേ ക്യാരിയറില്ലേ, ഇത് പക്ഷേ യൂസ്ഫുൾ ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ബേബീസിനെ എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ വീണൊന്നും പോവാതെ പിടിക്കാൻ ക്യാരി ചെയ്യാൻ നല്ല സുഖമായതുകൊണ്ടാണ് ഇത് ഒരെണ്ണം മാത്രം മേടിച്ചത്. നാനുൻ്റെ മേടിച്ചത് ഉപയോഗിച്ച് പൊട്ടിപ്പോയതുകൊണ്ട് ഇത് പുതിയത് ഒരെണ്ണം മേടിച്ചതാണ്. ഇതും ഓൺലൈൻ മേടിച്ചതാണ്. പിന്നെ ഒരു ബോഡി ലോഷൻ കുഞ്ഞിന് വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങളായി കുഞ്ഞിൻ്റെ ഇതിലുള്ള. ഇതൊന്നും ഇല്ല, ഇതൊരു ബെഡിൻ്റെ ഉള്ളിൽ അല്ല, അത് ബെഡിൻ്റെ ഉള്ളിൽ കിടക്കണം. സിലിക്കാജ് പോയേ, ഇതൊരു ലോഷൻ. ഞാൻ ചിക്കോടെയാണ് നാനൂന് ഉപയോഗിക്കുന്നത്. ആദ്യം നാനൂന് ഞാൻ സെബാവട്ടൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായപ്പോഴത്തേക്കും അതൊക്കെ ചിക്കോലേക്ക് മാറി. അതുകൊണ്ട് മാത്രല്ല, പൈസേന്റെ പ്രശ്നമല്ല, അത് ഉപയോഗിക്കുന്ന അവന്റെ സ്കിന്നിന് സൂട്ട് ആവുന്നില്ല. പിന്നെ ഇത് ഉപയോഗിച്ചപ്പോൾ നല്ലയാ. അങ്ങനെ ആയതുകൊണ്ട് ഇതിന്റെ ബോഡി ലോഷനും ബോഡി വാഷൊക്കെയാണ് നാനൂന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചിക്കോ ഈ ബേബിക്ക് ഉപയോഗിക്കാന്ന് വിചാരിച്ചു. ഇതിന് ഈ വരുന്ന ബേബിക്ക് ഇത് സൂട്ട് ആവുമെന്ന് അറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു ബോഡി ലോഷൻ ഉണ്ട്, പിന്നെ ഒരു ഡയപ്പർ ക്രീം വെക്കണമെന്നുണ്ട്. അത് മറന്നുപോയി. അതിനി എപ്പോഴേലും പുറത്തു പോകുമ്പോൾ മേടിച്ച്. അപ്പൊ ഈ പെട്ടിക്കകത്തുനിന്ന് കണ്ടോ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിലധികവും ഞാൻ പഴയ സാധനങ്ങളാണ്. അതെല്ലാം ഇതേപോലെയൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. ചെറിയ ക്ഷമയുള്ള പരിപാടിയാണ്. അല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാനൊക്കെ ഇതെല്ലാം കൂടി ഇതിനകത്ത് കുത്തിയറിച്ചാണ്. ഈ സിബ്ബർ ബാഗ്സ് ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ. ഒരു 25 പാക്കറ്റ് സിബ്ബർ ബാഗ്സിന് 150 രൂപ. അങ്ങനെ ഞാൻ മീഷോന്ന് മേടിച്ചതാ. ഇത് വെയിലത്ത് വെച്ച് ഉണക്കി ഇതിനുള്ളിൽ കയറ്റി വെച്ചു. ഇത്ര സാധനങ്ങളാണ് ഈ പെട്ടിക്ക് അകത്തുള്ളത്. അങ്ങനെ രണ്ടാമത്തെ വലിയ പെട്ടി തുറക്കണം. ഏറ്റവും ലാർജ് സൈസിലുള്ള പെട്ടി. അപ്പൊ ഈ വലിയ പെട്ടി എന്ന് പറയുന്നത് ഞങ്ങള് അമ്മയുടെയും എന്റെയും നാനുവിന്റെയും ഇച്ചയുടെ ഒക്കെ വെക്കാനുള്ള വലിയ പെട്ടിയാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളില് നാനുവിന്റെ ഡ്രസ്സുകളൊന്നും എടുത്തു വെച്ചിട്ടില്ല, പിന്നെ അമ്മയുടെ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടില്ല, ഇച്ചയുടെ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടില്ല. ഇതിന് സ്പേസ് ഉണ്ട്. അപ്പൊ ഇതില് ഇപ്പം അറിയേണ്ട അത്യാവശ്യം കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ ഇപ്പൊ കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഇതിൽ കിടക്കാട്ടോ. ഒരു തലോണ മാത്രം മതി. അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ ഉള്ളില് എന്തൊക്കെയാന്ന് കാണിച്ചു തരാമേ. കാലിയാണല്ലോ ഈ പെട്ടി. ഇത് കാലി എന്ന് പറഞ്ഞാൽ ഇതിൽ നിറയ്ക്കാനുണ്ട്. ഇതിലിപ്പം അവരൊക്കെ നിങ്ങൾക്ക് കാണേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ അതേ കാണിക്കുന്നുള്ളൂ. ഇത് എനിക്ക് ഉള്ളൊരു ഡ്രസ്സ്, എൻ്റെ ഇന്നേഴ്സ്, പിന്നെ എന്താ പറയുക ആഫ്റ്റർ ഡെലിവറി ഉപയോഗിക്കാനുള്ളൊരു പാഡ്, പിന്നെ ഒരു ടവല് വെച്ചിട്ടുള്ള നമ്മുടെ ലേബർ റൂമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ളതാണ്. അതായത് നമുക്ക് പുറത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇടാനുള്ളൊരു. അപ്പം അമ്മയ്ക്കും കൊച്ചിനും ഉള്ള 2 കവറിൽ സാധനം കൊടുക്കണം. അവർ ചോദിക്കും അമ്മയുടെയും കുട്ടിയുടെയും ഡ്രസ്സ് തരാൻ പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാവാൻ വേണ്ടി ഇങ്ങനെ ഒരു പാക്കിലാക്കി എനിക്ക് ഉള്ളിലേക്ക് തരേണ്ട സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആക്കിയപ്പോൾ കുറേ സാധനങ്ങൾ വേറെയും വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഏറ്റവും കുറവ് ഇന്നേഴ്സും ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പം ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരു ബാഗിൽ ഉള്ളിലേക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇത് മറ്റേ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാനുള്ള തോർത്തുകൾ, ടവൽസ്. അത് എനിക്ക് ഇച്ചയ്ക്ക് അമ്മയ്ക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള. പിന്നെ നാനുവിനെ കുളിപ്പിക്കാനുള്ള നാനുവിൻ്റെ ടവല്. അങ്ങനെ അതാണിത്. ഇത് എൻ്റെ കുറച്ച് ഇന്നേഴ്സ് വെച്ചിട്ടുള്ളൊരു ബാഗ്. പിന്നെ ഇത് എൻ്റെ കുറച്ച് ഡ്രസ്സാണ്. അതായത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന
ഡ്രസ്സ്. ഇതിൽ 2 നൈറ്റി വെച്ചിട്ടുണ്ട്, അതായത് കുറച്ച് ലെങ്ത്തൊക്കെ ഉള്ള സിബൊക്കെ ഉള്ള ഒരു 2 നൈറ്റി. ബാക്കിയെല്ലാം ഫീഡിങ് ഓപ്ഷനുള്ള ഒരു 3 ഫ്രോക്ക് വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചിടാനുള്ളത്. അങ്ങനെ ഒരു 5-6 ഡ്രസ്സ്. ഇങ്ങനത്തെ സിബർ ബാഗ്സ് ആട്ടോ, ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഇത് 25 ഇങ്ങനത്തെ ബാഗിന് 150 രൂപ അങ്ങനെ മേടിച്ചതാ. ഇത് യൂസ്ഫുൾ ആ, കാരണം ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഇരുന്നോളും, എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ മേടിച്ചതാ. ഇനിയും ഉണ്ട് കേട്ടോ ഇത്. ഇനി പിന്നെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഒരു 3-4 ബെഡ്ഷീറ്റ്സ്, അതായത് ഞാനും ഉണ്ട്, പിന്നെ കൂടെ കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല, അവർക്ക് കൂടെ യൂസ് ചെയ്യാനുള്ള. അല്ല, അതുകൊണ്ടല്ല, ഞാൻ പണ്ട് മുതലേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചാൽ കിടക്കാറ്, അതുകൊണ്ട് ഉണ്ട്. പില്ലോയും ഉള്ള ഒരു 3 ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 അല്ല, ഇതൊക്കെ നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ. 2 ബ്ലാങ്കറ്റുകൾ, ചെറിയ ബ്ലാങ്കറ്റാണ്, വലിയ ബ്ലാങ്കറ്റ് അല്ല, ചെറിയ ബ്ലാങ്കറ്റ്. പിന്നെ ഇതിൻ്റെ അടിയിൽ എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ എക്സ്ട്രാ വേണ്ട പാഡുകളും പാൻറ്റീസും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതായിട്ടും ആർക്കെങ്കിലും യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉപയോഗിച്ചത് എൻ്റെ കഴിഞ്ഞ ഡെലിവറിക്ക് എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പീരീഡ് പാൻറ്റീസാണ് അധികവും. പീരീഡ് പാൻറ്റീസിൻ്റെ ഒപ്പം തന്നെ പാഡും കൂടെ വെച്ചിട്ടാണ് ഇരുന്നത്. അപ്പം അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ന്യൂ മോമിൻ്റെയാണ്, ഇത് വിസ്പറിൻ്റെയാണ്. ഇത്രയും വെച്ചിട്ടുണ്ട്, ഇത്രയും സാധനം പെട്ടെന്ന് തീർന്നല്ലോ. ഇതിലിനി നാനൂൻ്റെ ഡ്രസ്സും അമ്മച്ചിയുടെ ഡ്രസ്സും ഇച്ചാരുടെ ഡ്രസ്സും എടുത്ത് വെക്കാനുണ്ട്. ഞാനല്ലേ കാലി സഞ്ചിയിൽ ഉടുപ്പിട്ട് വന്നോളൂ. അല്ല, വെക്കണമെങ്കിൽ വെക്കാന്നുള്ള രീതിയിൽ വലിയ പെട്ടി എടുത്തു എന്നുള്ളൂ. ഒളിപ്പിച്ച് വെച്ചതല്ല, പിന്നെ എന്നാ പറയണേന്ന് ഞാൻ ഓർക്കണില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നാനൂൻ്റെന്ന് മേടിച്ചതാ. അതായത് ഒരു 1-2 ദിവസം നാനൂറ് ചിരാത് വിളക്കും ഒക്കെ ഉണ്ട്. നാനൂന് മറ്റേ ദീപം അല്ല, വിളക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവര് ഈ സാധനം നമ്മളെ കൊണ്ട് മേടിപ്പിച്ചിട്ട് ഇതിലാ കൊടുത്തത്. ഇനി ഇപ്രാവശ്യം ഇത് വേണമെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അത് വായിൽ വെച്ച് കൊടുക്കും. അവര് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ അത് തന്നെ കഴുകി ഇതിന്റെ ഉള്ളിൽ എടുത്ത് വെച്ചതാ. അപ്പം ഇതിന്റെ ഉള്ളിൽ ഇനി ഫില്ല് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് നമ്മുടെ അവസാനത്തെ പെട്ടിയാണ്. ഇതിന്റെ ഉള്ളെല്ലാം തുറന്നെല്ലാം കാണിക്കണോ? അത് പറഞ്ഞാ മതിയോ? ഇതില് അങ്ങനെ ഇതൊന്നുമില്ല. നമ്മള് ഹോസ്പിറ്റൽ ആവശ്യത്തിന് നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെയാ. ഇത് ഞാൻ പ്ലേറ്റ്, ഹോസ്പിറ്റലില് ഇത് അമ്മക്ക്, ഇത് കൊച്ചിന്. ഇതിലാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്, അതുകൊണ്ട് നാനൂന്റെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, എന്തെങ്കിലുമൊക്കെ ഇടാനും സ്നാക്സ് ഇടാനും. ഇത് പിന്നെ കഞ്ഞി മേടിക്കാനാ, അവര് കഞ്ഞി കൊടുക്കാനൊക്കെ ചോദിച്ചു പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓടിയതാ. ലാസ്റ്റ് അവര് എന്നോട് പറഞ്ഞു കഞ്ഞി മേടിക്കാൻ. അപ്പൊ അതിന് ലേബർ റൂം ഒരു 4ാമത്തെ നിലയിലെങ്ങാണ്ട, ഞാൻ താഴെ വരെ വരേണ്ട വന്നു. അപ്പൊ അതിനൊരു കഞ്ഞിക്ക് മേടിക്കും. പിന്നെ ഒരു കൈയൊക്കെ തുടയ്ക്കാനൊരു ടവല്, പിന്നെ ഒരു ഫ്ലാസ്ക് ബോട്ടില്, ഒരു ഫ്ലാസ്ക്, പിന്നെ ഇതൊക്കെ എനിക്ക് വേണ്ടി ഞാൻ പോയി ചായയും കാപ്പിയും മേടിച്ചോണ്ട് വരാം. നമ്മൾ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ തന്നെ നമുക്ക് ഫുഡ് ചുമ്മാ ഒരു ഡബ്ബ എടുത്ത് വെച്ച് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. പിന്നെ ഇത് കുറച്ച് പഞ്ചസാര, മല്ലു ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, ഇത് ഇച്ചിരി ചായപ്പൊടി, ഇത് ഉപ്പ് കഞ്ഞിക്കൊക്കെ ഇരുന്നെങ്കിലും. പച്ചക്കറിയല്ലോ? പച്ചക്കറി ഇല്ല. ഇച്ചിരി കാപ്പിപ്പൊടി ഉണ്ട്. നമുക്കൊന്ന് കുടിക്കണം തോന്നിയാലോ എന്ന് വിചാരിക്കും. ഇത് കത്തി പൊതിഞ്ഞ് വെച്ചേക്കണേ കേട്ടോ, എന്തെങ്കിലും മുറിച്ച് കഴിക്കണമെങ്കിൽ. അങ്ങനെ ഇത് കപ്പ് ചായ അടിക്കാൻ അല്ലേ? ഇത് പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് നാനൂന്റെ കപ്പാണ് കഴിച്ചത്. അപ്പം ഇവര് ഞാൻ ചോദിക്കും എന്റെ കപ്പ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എന്റെ കപ്പ് എടുത്ത് വെച്ചാണ്. 2 ഗ്ലാസ്. ഇത് ഗ്ലാസ്. പിന്നെ ഇത് ടോയ്ലറ്ററീസ്. ഇങ്ങനെ ഒരു ബാഗിൽ പൗച്ച് ചെയ്ത് സോപ്പ്, ഹാൻഡ് വാഷ്, ഷാമ്പു, കണ്ടീഷണർ, ബ്രഷ്, പേസ്റ്റ്, ടോയ്ലറ്ററീസ്. പിന്നെ എന്ന് പറയുന്നത് ഇത്
ഒരു ഡിഷ് വാഷ് ഉണ്ട്, സ്ക്രബ്ബറുണ്ട്, ഒരു സോപ്പുണ്ട്, ഒരു സോപ്പ് പൊടിയുണ്ട്. സോപ്പ് പൊടിയാ? അത് നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സ് അവർക്ക് ഉള്ളിൽ തരുമ്പോ ഇട്ട് വെച്ച് കഴുകാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല ഇവര് കൊറേ നാള് കിടക്കാൻ പോവാ. അങ്ങനെയല്ല, ആവശ്യം വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നോണ്ട് എടുത്ത് വെച്ചെന്നുള്ളൂ. പിന്നെ ന്യൂസ് പേപ്പർ കുറച്ച് വിരിക്കാൻ വേണ്ടി, പിന്നെ കുറച്ച് ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പപ്പയുടെ ഹോട്ടലാണ്. പ്രൊമോഷൻ അല്ല, അവിടുത്തെ ബാക്കി വന്നതായതുകൊണ്ട് അവിടെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് സ്പൂണുകൾ, പിന്നെ എൻ്റെ കുറച്ച് തലയിൽ കെട്ടുന്നതും ചീപ്പൊക്കെ വേറെ ഒരു ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാഗ്. ഒരു സോപ്പ് കൂട്ടി പറയുന്നത് ഇത്ര സാധനങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എനിക്ക് മാത്രമായിട്ടുള്ളതല്ല. പിന്നെ ഇതിൽ ഇനി എടുത്തു വെക്കാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ഇതിലെന്തെങ്കിലും ഞാൻ എടുത്തു വെക്കാത്ത എന്തെങ്കിലും മെയിനായിട്ട് വേണമെന്നോ അല്ലെങ്കിൽ ഞാൻ മറന്നുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അത് തന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ ഞങ്ങളുടെ മോൻ ഉറങ്ങുകയാണ്. ഞങ്ങളുടെ മോൻ ഉറങ്ങുകയാണ്. ഈ ഉണ്ണിക്കുട്ടനായിരുന്നു. കുട്ടനാണ് കുട്ടിയാണ് എന്താണെന്നറിയില്ല. ദൈവം തരും, നമ്മൾ സ്വീകരിക്കും. അവൻ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇതെല്ലാം നശിപ്പിക്കും. ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു.